ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ്. ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി നമ്മൾ സർവീസായിട്ട് വണ്ടി എടുക്കാനാണ് കേട്ടോ. ജനറൽ സർവീസായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. വണ്ടി കുറച്ചാൾ ഉപയോഗിക്കാണ്ടൊക്കെ വെച്ചേർന്ന വണ്ടിയാണ്. ജനറൽ സർവീസ് ഇൻഡിക്കേറ്റർ ഒരു വൺ സൈഡ് ഇൻഡിക്കേറ്റർ പ്രോപ്പറായിട്ട് വർക്കാവുള്ള അതൊന്ന് ചെക്ക് ചെയ്യണം. സീറ്റ് കവർ, ടാങ്ക് കവർ, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക. ഓയിൽ ചേഞ്ചാണ് പറഞ്ഞത് കേട്ടോ. അതേപോലെ വാട്ടർ സർവീസ്, പാർക്ക് ബൾബ്, ബാക്ക് അതായത് ശരിക്കും ലൈറ്റ് ഇടുന്ന സമയത്ത് ബാക്ക് ഹെഡ്ലൈറ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കിൽ ഒരു പാർക്ക് ലൈറ്റ് തെളിഞ്ഞ് നിൽക്കും. അപ്പോൾ ആ ബൾബൊക്കെ ഓൾറെഡി കംപ്ലയിൻ്റ് ഉണ്ട്. ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടിയ കംപ്ലയിൻറ്റ്. നമ്മളെ വണ്ടി ഡീറ്റെയിൽ ആയിട്ട് ചെക്കപ്പിന് കയറ്റിയിട്ട് ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ കമ്പനി ലൈനർ കിടക്കണേ, നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഈ ഒരു സർവീസും കൂടി നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം. പിന്നെ ബാക്കിലത്തെ നമുക്കൊരു വൺ സൈഡ് ഇൻഡിക്കേറ്റർ പ്രോപ്പറായിട്ട് വർക്കാവുള്ളൂ. അത് ബൾബ് പോയതാണ്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് റെഡി ആയിക്കോളും. പിന്നെ വീലിൻ്റെ ഡാംബർ റബ്ബർ സെറ്റ് ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്, പൊട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാറ്റിയിടണം കേട്ടോ. ബാക്ക് ടയറിൻ്റെ കണ്ടീഷനൊക്കെ ഓക്കെയാണ്. ബാക്ക് വീൽ ബെയറിങ്ങും ഓക്കെയാണ്. നമുക്ക് ഈ ഹബിനകത്ത് ചെറിയ സ്ക്രാച്ചസ് ഉണ്ട് നിലയിൽ. തൽക്കാലം നമുക്ക് സാൻഡ് പേപ്പറൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിടാം. നെക്സ്റ്റ് ടൈം അടുത്ത പ്രാവശ്യം നമുക്ക് ബ്രേക്ക് ലൈനർ മാറ്റുമ്പോൾ ആ ഹബ്ബ് ഒന്ന് പോളിഷ് ചെയ്ത് റീസെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ബ്രേക്കൊക്കെ സ്മൂത്ത് ആയിക്കോളും. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. വലിയ പഴക്കമായിട്ടില്ല, ജസ്റ്റ് ഒന്ന് എയർ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ ചെയിനൊക്കെ ലൂസ് ഉണ്ട്, അതൊന്ന് ടൈറ്റ് ചെയ്തിടാം. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒന്നും ചെയ്യേണ്ടതില്ല. കാരണം ഞാൻ നിലവിൽ വണ്ടിക്ക് ഓവർഫ്ലോ മിസ്സിങ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നിലവിലില്ല. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് E20 പെട്രോൾ എന്ന് പറയും. എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന പെട്രോൾ യൂസ് ചെയ്യുന്ന വണ്ടികളുടെ കാർബറേറ്റർ മോഡൽ വണ്ടികൾക്ക് കാർബറേറ്റർ കംപ്ലയിൻ്റ് ആവുന്നത് സ്വാഭാവികമായിട്ട് വരുന്നൊരു കംപ്ലയിൻ്റ് ആയിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പെട്രോൾ ഓവർഫ്ലോൻ്റെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ കാർബറേറ്റർ അസംബ്ലി മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമുക്ക് വേറൊരു കംപ്ലയിൻറ്റ് ഇല്ലെങ്കിൽ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് യാതൊരു വിധം വർക്കും ചെയ്യാതിരിക്കണതാണ് ഏറ്റവും ബെറ്റർ. കാരണം നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു പൊടി പോലെ അതിൻ്റെ അകത്ത് ഉണ്ടാവും. അത് പൊളിഞ്ഞ് പോന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ക്ലീനർ ഉപയോഗിച്ചിട്ട് വേണം ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് അതിൻ്റെ സീറ്റിംഗ് നഷ്ടപ്പെടുക, ഓവർഫ്ലോ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. എന്തായാലും ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കും. അത് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്യാൻ നിന്നാൽ ചിലപ്പോൾ കുറേ നാൾ ഓടാവുന്ന കാർബറേറ്റർ ചിലപ്പോൾ പെട്ടെന്ന് നിന്ന് തന്നെ കംപ്ലയിൻറ്റ് കാണിച്ചേക്കാം. അതുകൊണ്ട് കാർബറേറ്റർ പ്രത്യക്ഷത്തിൽ നമുക്ക് വേറൊരു കംപ്ലയിൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ കാർബറേറ്ററിൻ്റെ ഭാഗം നമുക്ക് ചെയ്യേണ്ട കേസില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാർബറേറ്റർ അഴിക്കുന്നില്ല. ജനറൽ സർവീസിൽ ഓൾറെഡി കാർബറേറ്റർ ക്ലീനിങ് ഇല്ല. നമ്മളത് ചെയ്യണമെന്ന രീതിയിൽ അഡീഷണൽ പേയ്മെൻറ്റ് ചെയ്യേണ്ട വർക്കാണ്. ഏകദേശം ഒരു 500-550 നമുക്കത് ചിലവ് വരും. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് അത് ചെയ്യരുതെന്ന് പറയുന്നതിൻ്റെ കേസ് കേട്ടോ. അത് നമുക്ക് ആ രീതിയിൽ തന്നെ ഉപയോഗിക്കാം. കാരണം കുറേ കഴിയുമ്പോൾ കംപ്ലയിൻറ്റ് വരും. അത് നോർമൽ ഇപ്പോൾ എല്ലാ വണ്ടിക്കും കംപ്ലയിൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വരും സ്വാഭാവികമായിട്ടും. അത് വരുമ്പോൾ നമുക്കപ്പോൾ അഴിക്കാം. അപ്പോൾ ആ സമയത്ത് ക്ലീൻ ചെയ്താൽ കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ യൂസ് ചെയ്യാം. ഇനി അതല്ല മാറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് അഴിച്ച് മാറ്റിക്കളയാം. പിന്നെ നമുക്ക് ഫ്രണ്ട് മൺകാട് ഇവിടെ പൊട്ടി നിൽക്കുന്നുണ്ട്. അതായത് അതുകൊണ്ട് തന്നെ ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഫ്രണ്ട് സൈഡിൽ നിന്ന് നല്ല രീതിയിൽ ശബ്ദം കാണിക്കുന്നുണ്ട്. അതായത് ഫ്രണ്ട് മൺകാട് ഫൈബർ ടൈപ്പ് മൺകാടുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഈ ഭാഗം ഓൾറെഡി പൊട്ടലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷെയ്ക്ക് വന്നുണ്ടോ. ഇത് ഗട്ടറിൽ ചാടുമ്പോൾ ഇങ്ങനെ കിടന്ന് പിടയ്ക്കുന്നുണ്ട്. അപ്പോൾ മൺകാട് മാറ്റാവുന്ന രീതിയിൽ നമ്മൾ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ ഇടാം. അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ പാഡ് സെറ്റൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. ബ്രേക്ക് പാഡ് ഡിസ്ക് ബ്രേക്കാണ്. അപ്പോൾ അതിൻ്റെ പാഡൊക്കെ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്തായിരുന്നു. നിലവിൽ ഈ സർവീസ് നമുക്ക് യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. നെക്സ്റ്റ് സർവീസിൽ മിക്കവാറും മാറ്റേണ്ടതായിട്ട് വരും. അത്യാവശ്യം നമുക്ക് ശരിക്കും അടുത്ത സർവീസിന് ഉദ്ദേശിച്ചത് നമ്മൾ 4 മാസമാണ്. പിന്നെ അതിൻ്റെ ഓട്ടം അനുസരിച്ചിട്ട് ചില വണ്ടികൾ ഇപ്പോൾ 3000 കിലോമീറ്ററൊക്കെ 4 മാസം കൊണ്ട് ഓടുള്ളൂ. ചിലത് 4000 കിലോമീറ്റർ, ആവറേജ് 1000 കിലോമീറ്റർ ഒരു മാസം ഓടാറുണ്ട് ഒട്ടുമിക്ക വണ്ടികളും. അപ്പോൾ അതുവരെ എന്തെങ്കിലും കിടന്ന് ഓടിക്കോളും ബ്രേക്ക് പാഡൊക്കെ. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട്. പിന്നെ ബാറ്ററി നമ്മളൊന്ന് അഴിച്ച് ചാർജിലേക്ക് ഇട്ടിട്ടുണ്ട്. ആംബ്രോണിൻ്റെ ബാറ്ററിയാണ്, 2023 വെച്ചാണ് ബാറ്ററിയാണ്. അപ്പോൾ ഓടിക്കഴിഞ്ഞപ്പോൾ വേണ്ടി ജസ്റ്റ് ചാർജ് ആയിരുന്നു. പക്ഷേ നമ്മളതൊന്ന് ഫുൾ ചാർജ് ചെയ്ത് പുറമെ ബാറ്ററി ചാർജറിൽ ഇട്ടിട്ടൊന്ന് ചാർജ് ചെയ്ത് റിസെറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി നല്ലത് അതായിരിക്കും. ബാറ്ററിക്ക് കുറച്ചും കൂടി പെർഫോമൻസ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ രീതിയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ ഈ ടാങ്ക് ബാഗ് ഇടണമുണ്ട്, സീറ്റ് കവർ അങ്ങനത്തെ, പിന്നെ വാട്ടർ സർവീസ് ഉണ്ട്. അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളൂ. എന്തായാലും വൈകുന്നേരം ഒരു 6:30-ക്കുള്ളിലൊക്കെയാണ് വണ്ടി എത്തിക്കുകയുള്ളൂ കേട്ടോ. 6:30-7 മണിക്കുള്ളിലാണ് എത്തിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ സൈഡിൽ കിക്കറിൻ്റെ ഓയിൽ സീൽ ലീക്ക് ഉണ്ട്. ഇവിടെ ഓയിൽ ലീക്കായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് അഴിച്ച് മാറ്റിയിട്ടേക്കാം. അപ്പോൾ അത്യാവശ്യം വേണ്ട വർക്കുകൾ നോക്കിയിട്ട് ചെയ്തോളാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട് മൺകാട് അടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. നോക്കിയിട്ട് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ എന്തെങ്കിലും വർക്ക്.